ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2 ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലോക്ക് വെക്കുന്നുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ലോക്ക് വെക്കുന്നത് പാറ്റേൺ ലോക്കാണ്. അപ്പോൾ പാറ്റേൺ ലോക്ക് വെക്കുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനത്തെ ലോക്ക് വെക്കണം, എങ്ങനത്തെ ലോക്ക് വെക്കണം എന്നൊക്കെ നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ലോക്ക് ടിപ്പുകളാണ്. അപ്പോൾ ഈ ലോക്ക് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴ്ച വന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓടുന്നതിന് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ലോക്ക് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഈ ലോക്ക് നിങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ഒന്ന് റീട്രൈ അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങോട്ട്, പിന്നെ അതിനുശേഷം ഇങ്ങോട്ട്. കണ്ടോ, ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇത് അടിപൊളി ലോക്കാണ്. ഇത് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള ഒരു ലോക്കും കൂടിയാണിത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. NR ഒക്കെ അക്ഷരം തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി ലോക്കാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ലോക്കാണ് ഇത്. ഈ ലോക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ലോക്ക് നമ്മൾ ആദ്യം ഇത് ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് മേലേക്ക് പോവുക, പിന്നെ ഇത് ഇവിടെ ഇങ്ങോട്ട് വലിക്കുക, പിന്നെ ഇങ്ങോട്ട് പോവുക, പിന്നെ മേലേക്ക് വലിക്കുക, അതിനുശേഷം താഴേക്ക് വലിക്കുക, പിന്നെ മേലേക്കാവുക. ഇതൊന്നും കൂടി പഠിച്ചു വെച്ചോ. അപ്പോൾ ഇത് നല്ലൊരു ലോക്കാണ്. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലോക്കാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വലിയ ലോക്ക് വെക്കാനൊക്കെ പറ്റുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ലോക്ക് കൂടിയാണിത്. ഒന്ന് പഠിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ലോക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറേ ലോക്ക് ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോക്ക് ആദ്യം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ എന്നിട്ട് ഇതെങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇത് മാറിപ്പോയി. ഇത് സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി ലോക്കും കൂടിയാണിത്. പിന്നെ നമുക്കിത് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. കണ്ടോ, ഇവിടുന്ന് തുടങ്ങാം. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. പക്ഷേ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും പെട്ടെന്ന് ഇതാക്കാൻ പറ്റുന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്കും കൂടിയാണ് ഇത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ലോക്ക് നമുക്ക് ഇതറിയാം. ഇത് ഈ ലോക്കാണ്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാവുന്ന ലോക്കാണ്. നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ലോക്കാണ്. പിന്നെ നമുക്കിത് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ലോക്കും കൂടിയാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ലോക്ക് വെച്ചിട്ടുണ്ടായോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ലോക്ക് നിങ്ങൾ എന്താ പേടിച്ച് പോയിട്ടുണ്ടാവും. ഈ ലോക്ക് കണ്ടപ്പോൾ ഇതെങ്ങനെ ഞാൻ ഓർത്ത് വെക്കും എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഇത് സിമ്പിൾ ലോക്കാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടെ വരച്ചതിന് ശേഷം ഇവിടെ വരച്ചതിന് ശേഷം ഇതവിടെ എന്നിട്ട് താഴേക്ക് വരയ്ക്കുക. ഇവിടുന്ന് സിമ്പിൾ. കണ്ടോ, സിമ്പിൾ ലോക്കാണ്. നമ്മളിത് പെട്ടെന്ന് മറന്നു പോകുന്നില്ല. നല്ലോണം ഒന്ന് ട്രൈ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും ഇതാക്കാൻ പറ്റുന്ന ലോക്കാണ്. പിന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാൻ കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാവുന്നതാണ്. കണ്ടോ, പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലോക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ലോക്കൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് വരച്ച് വെക്കണം. വേറെ എവിടെയെങ്കിലുമൊക്കെ വരച്ച് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ലോക്ക് ഇതാക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോണിൽ റീസ്റ്റാർട്ട് ചെയ്യാനോ അതിനൊക്കെ കൊടുക്കേണ്ടി വരും. അടുത്തത് ഈ ലോക്കാണ്. ഈ ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഇതും സിമ്പിളാണ്. നമുക്കൊന്ന് ഇത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. അത് ഇവിടുന്ന് തുടങ്ങുക, ഇവിടുന്ന് മേലേക്ക് ആക്കുക, പിന്നെ ഇത് ഇവിടെ ആക്കുക, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാക്കുക, പിന്നെ ഇങ്ങോട്ടാക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ലോക്കും കൂടിയാണ്. കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലോക്കും കൂടിയാണിത്. എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ലോക്കൊക്കെ വെക്കുന്നവരാണെങ്കിൽ വലിയ ലോക്ക് വെക്കാനൊക്കെ ഇതെന്തായാലും യൂസ്ഫുൾ ആവുന്നത് ഒരു ലോക്കും കൂടിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോക്ക് ഏതാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാത്തായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓടുന്ന ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടെ ഒന്നും പറഞ്ഞു തരുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ.